അവിടെ എടുക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വയ്യാവലി ഉണ്ടാവാറുള്ളതായിരുന്നു. ഇപ്രാവശ്യം എൻ്റെ പനിയായിരുന്നു കേട്ടോ വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. 2 ദിവസമായിട്ട് ചുമയും തുമ്മലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ നന്നായിട്ട് കൂടിയ കാരണം അമ്മയായിട്ട് ഇതേ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് ഈ ഒരു അമ്പലം നിങ്ങൾക്ക് പരിചിതമായിരിക്കും. കാരണം ഇത് നമ്മുടെ കണിച്ചുളങ്ങര അമ്പലമാണ് കേട്ടോ. ഇവിടെ ഉത്സവമുള്ള സമയത്ത് മിക്കപ്പോഴും ഞാൻ ഇതിൻ്റെ വ്ലോഗ് എടുക്കാറുണ്ട്. ഇത് ഞാൻ +1 +2 പഠിച്ചിട്ടുള്ള സ്കൂളായിരുന്നു കേട്ടോ. നമ്മളെ സ്കൂളിന്റെ അപ്പുറത്താണ് നമുക്ക് കാണിക്കാൻ വേണ്ടി പോകാനുള്ളത്. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള വണ്ടികളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് ആളുകൾ ഉണ്ടെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നേരെ അമ്മ പാർക്കിംഗ് സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പോയി സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എനിക്ക് നല്ല തലകറക്കമായിരുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയ്ക്കൊരു ചെറിയ വയറുവേദന ഉള്ളത് കാരണം അമ്മയ്ക്ക് ഇതേ ചീട്ടെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പേര് ടൈപ്പ് ചെയ്യാൻ സ്പെല്ലിങ് പറഞ്ഞു കൊടുത്തപ്പോൾ രണ്ടാമത്തെ ജനിച്ച എനിക്ക് കമ്പ്യൂട്ടർ പറഞ്ഞു തന്നത് 25 വയസ്സായിരുന്നു കേട്ടോ. പിന്നെ ഞാനത് തിരുത്താനും പോയില്ല. ആദ്യം തന്നെ അമ്മേനെയാണ് കേട്ടോ കാണിക്കുന്നത്. അമ്മ എന്തൊക്കെയോ കാര്യമായിട്ട് ഡോക്ടറോട് പറയുന്നുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യാതൊരു പ്രശ്നം അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ചിട്ടായിരുന്നു വയറുവേദനിച്ചത് കേട്ടോ. അൾസറിൻ്റെ തുടക്കമാകുമെന്ന് വിചാരിക്കുന്നു. കാരണം അമ്മ നന്നായിട്ട് എരിവും പുളിയൊക്കെ കൂട്ടുന്ന ഒരാളാണ് കേട്ടോ. ഡോക്ടറെ കാണാൻ വന്ന സ്ഥിതിക്ക് രണ്ടുപേരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് മരുന്ന് മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതേപോലെ നമുക്ക് പാരസെറ്റമോളും വേറൊരു ഗുളികയും കൂടിയാണ് കേട്ടോ തന്നത്. പുറത്തേക്ക് 2 മരുന്ന് മേടിക്കാനും എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടിച്ചുകൊണ്ട് വരാനുള്ള വണ്ടിയാണെങ്കിൽ അമ്മത്തെ തള്ളിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് കവി ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മയുടെ ലൈഫിൽ ഏറ്റവും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ആദ്യം പറയുന്നൊരു കാര്യം ലൈസൻസ് എടുത്തതും അതുപോലെ തന്നെ വണ്ടി ആദ്യമായിട്ട് മേടിച്ച കാര്യമായിരിക്കും കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അമ്മ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. സ്കൂളിൻ്റെ മുറ്റത്താണെങ്കിൽ നിറയെ കണിക്കൊന്ന പൂത്തിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഉണ്ട പുഴുങ്ങുന്നതൊക്കെ ഉണ്ടോ. എനിക്ക് ഉണ്ട കണ്ടപ്പോൾ പണ്ടത്തെ ഓർമ്മകളൊക്കെയാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെ പോയിട്ടുണ്ട്. എൻ്റെ കണ്ണ് മുഴുവൻ ആ പുഴുക്കുമേലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണത്. സ്കൂളും ക്ഷേത്രം അടുത്തടുത്തായതുകൊണ്ട് തന്നെ ആരെങ്കിലും വീട്ടിൽ ഉണ്ട പുഴുങ്ങാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉണ്ട മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് വരാറുണ്ട് കേട്ടോ. ഇത്രയും പറഞ്ഞ് ഈ സമയത്തിനുള്ളിൽ അമ്മ അവിടെ തൊഴുത് പ്രസാദം മേടിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഞാൻ തൊഴാനോ ഉള്ളിലേക്ക് പോകാനോ നിന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നീ എന്നാ കുളിച്ചിട്ടുള്ളതെന്ന് ചോദ്യം ഞങ്ങൾ ഇവിടെ അനുവദനീയമല്ല. കാരണം എനിക്ക് പനിയായതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും വയ്യ ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്പലത്തിനുള്ളിൽ കയറാനൊന്നും നിന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പിന്നെ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു ഒരു ഉണ്ട മേടിച്ചോണ്ട് വരുമോ ചോദിച്ചു. കറക്റ്റ് ഒരു ഉണ്ട മാത്രമായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അതാണെങ്കിൽ അമ്മയ്ക്ക് വേണവും ചെയ്തേനെ. അത് കാരണം ഞാൻ രണ്ടാമത് പോയി എനിക്കുള്ള ഉണ്ട ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഉണ്ടയ്ക്കകത്താണെങ്കിൽ അണ്ടിപ്പരിപ്പും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് തന്നെ ഇരുന്നിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നെങ്കിൽ വേണമെങ്കിൽ പറയാം കേട്ടോ. ഈ ഉണ്ട നേർച്ച പോലെ കൊടുക്കുന്നതാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും കഴിക്കാനും എടുക്കാനൊക്കെ പറ്റും. നമ്മൾ ചെറുതായിട്ടൊരു ക്യൂ ഒക്കെ എടുക്കണമെന്ന് മാത്രം. അമ്മേൻ്റെ ഉണ്ടതേ പൊക്കി പിടിച്ച് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്കാണ് ഇതേ ഇവിടെ ഒരു കല്യാണം നടന്നതായിട്ട് കണ്ടത് കേട്ടോ. വീട്ടിൽ പോയി നേരെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മ ഉച്ചയ്ക്ക് ഇതേ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് പോയി കഴിക്കാനുള്ളൊരു ത്രാണി എനിക്കില്ലാത്ത കാരണം അമ്മ പോയി കഴിച്ചിട്ട് എനിക്ക് പ്ലേറ്റിൽ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്തത്. അതിനകത്താണെങ്കിൽ അവിയലും സാമ്പാറും അതേപോലെ തന്നെ എന്തോ ഒരു മെഴുക്ക് പുരട്ടിയും കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സ്കൂളിൽ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രമാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ആദ്യം ഓർമ്മ വന്നത്. കുറേ നാളായി ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ചിട്ട്. അമ്പലത്തിലുള്ള ചോറിന് ഒരു പ്രത്യേക ടേസ്റ്റാന്നുള്ളത് പറയാറുണ്ട്. പക്ഷെ എനിക്ക് ഈ പ്രാവശ്യം പനിയായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനൊരു മുട്ട പൊരിച്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഉപ്പ് അധികാരം കുറച്ച് കൂടുതലിട്ടിട്ട് മുട്ടയും കൂടിയിട്ട് ചോറ് കഴിച്ച് തീർന്നു. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ മെഡിസിനാണ് കേട്ടോ കഴിച്ചത്. ഫുള്ളും കയ്പ്പായത് കാരണം നമ്മൾ ചായയും കൂടിയിട്ടാണ് മെഡിസിൻ കഴിച്ചത്. അങ്ങനെ കഴിക്കാൻ പാടുണ്ടോ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ അത് കഴിച്ചു റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.